ദൈവനാമത്തിന് ഏറ്റവും മഹത്വം. ക്യാമ്പിൻ്റെ അവസാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ പുതുതായിട്ടൊന്നും പറയാനില്ല, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെ പറയാമെന്ന് വിചാരിക്കും. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കർത്താവ് സാധ്യമാക്കി തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ക്യാമ്പിന് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. അവിടെ ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. മനുഷ്യൻ്റെ ജീവിതം ഇതിന് വളരെ വിലയുണ്ടല്ലേ? നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ആ വിലയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുണ്ടായി. ലോകത്തിൻ്റെ മുഴുവൻ വിലയെക്കാട്ടിലും വില ഒരു മനുഷ്യൻ്റെ ആത്മാവിനുണ്ട്. നാം രക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, രക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ ആത്മാവിനും വിലയുണ്ട്. രക്ഷിക്കപ്പെട്ട ആത്മാവ്, രക്ഷിക്കപ്പെട്ട ഒരു ആത്മാവുള്ള മനുഷ്യരാണ് നമ്മൾ. അപ്പൊ സർവ്വലോകത്തിന്റെ വിലയെക്കാട്ടിലും വിലയുള്ള ഒരാത്മാവ് ഒരു വിശ്വാസിക്ക്. അതെ, കർത്താവ് വീണ്ടും ജനിപ്പിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ട ആത്മാവാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം അങ്ങനെ സത്യമറിയാതെ ജീവിച്ചു, നമ്മുടെ ആത്മാവിൻ്റെ വില അറിയാതെ ജീവിച്ച ഒരു കാലമുണ്ട്. രക്ഷിക്കപ്പെട്ടു, ഇനിയും രക്ഷയ്ക്കും കർത്താവിൻ്റെ വരവിനും ഇടയ്ക്കുള്ള ഈ ജീവിതം ഉണ്ടല്ലോ, ഈ സ്പാൻ, അത് എത്ര വർഷമാണെങ്കിലും ഒന്നുകിൽ നമ്മുടെ മരണമാകാം, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാകാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവമായിട്ട് കഴിയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം, രക്ഷയ്ക്കും കർത്താവിൻ്റെ വരവിനും ഇടയ്ക്കുള്ള ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. നിത്യതയിൽ പ്രാധാന്യമുള്ള ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിനെ നിസ്സാരമെന്ന് കാണുവാനായിട്ട് കഴിയില്ല. ഈ ജീവിതത്തിന്റെ കണക്ക് നാം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നാം നിൽക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതങ്ങൾ വിലയിരുത്തപ്പെടും, നമ്മെ കർത്താവ് എക്സ്പോസ് ചെയ്യും. ബൈബിൾ പരിശോധിക്കുമ്പോൾ പല മനുഷ്യരും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജീവിച്ചിട്ട ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്ത നിലകളിൽ കണ്ട ആളുകളെ കുറിച്ച്. ശലോമോന്റെ സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ചിന്തകൾ, സമ്പത്ത്, അറിവ് എല്ലാം അതൊക്കെയാണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ അവസാനം താൻ പറഞ്ഞു, അതൊന്നും അർത്ഥമല്ല, അതൊന്നും അർത്ഥം തരുന്ന കാര്യങ്ങളല്ല. ശരിയായ കൺക്ലൂഷനിലേക്ക് താൻ പിന്നീട് കടന്നു വരികയാണ്. ജീവിതത്തിന് അർത്ഥം തരുന്നത് ദൈവവും ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ജീവിതത്തിന് അർത്ഥം തരുന്ന കാര്യം? വളരെ പ്രാധാന്യമുള്ള ഒരു ലൈഫ് സ്പാൻ, രക്ഷയ്ക്കും കർത്താവിൻ്റെ വരവിനും ഇടയ്ക്കുള്ള ഈ ജീവിതം, ഈ ജീവിതത്തിന് അർത്ഥം തരുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാനായിട്ട് കഴിയും. ശരിയായ പർപ്പസ്, ശരിയായ ലക്ഷ്യങ്ങളും ഉദ്ദേശവുമാണ് ജീവിതത്തിന് അർത്ഥവും വിലയും നൽകുന്നത്. എന്താണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം? എന്താണ് വർത്തമാനകാല ഉദ്ദേശം? ഇതൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നാം ആരായി തീരുവാൻ ആഗ്രഹിക്കുന്നു, നാം എന്ത് നേടുവാൻ ആഗ്രഹിക്കുന്നു, ഇതൊക്കെയാണല്ലോ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, എന്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? നാം ആരായി തീരേണ്ട ആളുകളാണ്, നാം എന്താണ് നേടേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയും. അതേ, കർത്താവ് നമ്മളെ എന്തിനാണ് വിളിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനാണ്, യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. എല്ലാ വിശ്വാസികളെയും ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന്റെ യേശു കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ട് ഓടുന്ന, ജീവിക്കുന്ന, അങ്ങനെ ലക്ഷ്യമുള്ള ആളുകൾക്ക് ഈ ലോകത്തിൽ ഉദ്ദേശമുണ്ട്. ഈ ലോകത്തിൽ അവർക്ക് വർത്തമാനകാല ലക്ഷ്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വർത്തമാനകാല ലക്ഷ്യങ്ങളിലെ
ഉദ്ദേശങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാനിയോഗത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. സുവിശേഷവൽക്കരണം നടത്തി ആത്മാക്കളെ രക്ഷിച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത് വഴി മാത്രമേ നമുക്കത് സാധ്യമാക്കി തീരുവാനായിട്ട് കഴിയുള്ളൂ. മഹാനിയോഗത്തെക്കുറിച്ച് നമുക്ക് അറിയാം, എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞങ്ങനെ പോട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ, നമ്മുടെ ജീവിതം ലക്ഷ്യബോധമുള്ളതാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാനിയോഗത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസായിട്ട് നാം ഏറ്റെടുത്താൽ മാത്രമേ അത് സാധ്യമാക്കുകയുള്ളൂ. എന്നാൽ മഹാനിയോഗം സാധ്യമായി തീരണമെങ്കിൽ സുവിശേഷവൽക്കരണമാണ്. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് മഹാനിയോഗത്തിന്റെ ആദ്യത്തെ ഭാഗമാണല്ലോ. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ദൗത്യം എന്ന് പറയുന്നത് മഹാനിയോഗമാണ്. രണ്ട് ദൗത്യമില്ല, രണ്ട് ജോലിയില്ല. സഭയ്ക്ക് ഒരേ ഒരു ദൗത്യമേ ഉള്ളൂ. സഭയ്ക്ക് പല ധർമ്മങ്ങളുണ്ട്, ചർച്ചിന് പല ഫങ്ഷൻസ് ഉണ്ട്. വചനം പഠിക്കുക, പ്രാർത്ഥിക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക. എന്നാൽ സഭയ്ക്ക് എത്ര ദൗത്യമുണ്ട്? ഒരേ ഒരു ദൗത്യമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു, അതെ, താൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സർവാധികാരിയായി ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തു. അവരത് സഭയെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യമാണ് പ്രിയമുള്ളവരെ. ആ ദൗത്യത്തിലെ ഒന്നാമത്തെ ഭാഗമാണ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹാനിയോഗം എന്ന ദൗത്യം യാഥാർത്ഥ്യവൽക്കരിക്കണമെങ്കിൽ സുവിശേഷവൽക്കരണം നടന്നേ മതിയാകൂ. നോ ഇവാഞ്ചലിസം, നോ സോൾസ്, നോ ബാപ്റ്റിസം, നോ ഡിസൈപ്പിൾസ്. പ്രിയമുള്ളവരെ, സുവിശേഷവൽക്കരണം നടക്കുന്നില്ലെങ്കിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടാനായിട്ട് പോകുന്നില്ല. ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ സ്നാനങ്ങളില്ല. സ്നാനങ്ങളില്ലെങ്കിൽ ശിഷ്യന്മാരെങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് വേറെ ഒരു മാർഗമില്ല. അതുകൊണ്ട് ഈ തുടർന്നുള്ള സമയത്ത് ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അങ്ങനെ നടത്തട്ടെ, നയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇത് സംബന്ധിച്ചുള്ള പാറ്റേൺസ് ദൈവവചനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ പാറ്റേൺ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. യേശു ക്രിസ്തുവിന്റെ പർപ്പസ് എന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപേ പർപ്പസ് ഉണ്ട്, വന്നു കഴിഞ്ഞും പർപ്പസ് ഉണ്ട്, മരിച്ചപ്പോഴും പർപ്പസ് ഉണ്ട്. ഒരേ ഒരു പർപ്പസാണ്. എന്താണ്? പാപിക്ക് വേണ്ടി മരിക്കുക, പാപിയെ രക്ഷിക്കുക. ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്ന നന്നായിരിക്കും. യെശയ്യാവ് 59:20. യെശയ്യാവ് 59:20 എടുക്കാം. തുടർന്ന് യെശയ്യാവ് 62:11 എടുക്കാം. മാറി സോരന്മാർ വായിച്ചാൽ നമുക്ക് നന്നായിരിക്കും. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടു തിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വീണ്ടെടുപ്പുകാരൻ വരുന്നു. കർത്താവ് വരുന്നത് എന്താണ്? കർത്താവിന്റെ പേര് തന്നെ എന്താണ്? റിഡീമർ. റിഡീമർ ഈസ് കമ്മിങ്. വീണ്ടെടുപ്പുകാരൻ. എന്താ മനസ്സിലുള്ളത്? വീണ്ടെടുക്കുക. യെശയ്യാവ് 62:11. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവിൻ എന്നിങ്ങനെ യേശു ക്രിസ്തുവിന് മുമ്പേ എത്രയോ വർഷം ജീവിച്ചിരുന്ന യെശയ്യാവിന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാട് കൊടുത്തു. രക്ഷ വരുന്നു. യേശു ക്രിസ്തു വരുന്നല്ലേ പറഞ്ഞത്? രക്ഷ വരുന്നു, വീണ്ടെടുപ്പുകാരൻ വരുന്നു. ആള് വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുക്കാൻ വേണ്ടിയാണ് താൻ വരുന്നത്. സെക്കരിയാവ് 9:9, 13:1. സെക്കരിയാവ് 9:9, 13:1. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ്. വരുന്നു, രാജാവ് വരുന്നെന്നാ പറയുന്നത്. കർത്താവിനെ അവതരിപ്പിക്കുന്നത് യേശു ക്രിസ്തു വരുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? വീണ്ടെടുപ്പുകാരൻ വരുന്നു, രക്ഷ വരുന്നു എന്നൊക്കെയാണ്. 13:1 വായിക്കാം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അതെ, പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായിട്ട് തുറക്കുന്ന ഉറവ എന്നാണ്. കാരണം ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്റെ പർപ്പസ് എന്താണ്? രക്ഷിക്കുക എന്നുള്ളതാ. രക്ഷിക്കണം. ശരി, കർത്താവ് ഭൂമിയിലോട്ട് വന്നല്ലോ. മത്തായി 1:21 തന്നെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. വായിക്കാം. മത്തായി 10:21.
1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് തന്നെ എന്താണ്? ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നയാള്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ വെളിപ്പെടുത്തിയത്, അവതരിപ്പിച്ചത് എന്താണ്? രക്ഷിക്കാൻ വരുന്നയാള്. കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ എന്താണ്? രക്ഷിക്കുക, രക്ഷിക്കണം, ആളുകളെ രക്ഷിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പർപ്പസ് എത്ര വ്യക്തമാണ്. ഈ ഭൂമിയിൽ വന്നതിന് ശേഷം തന്റെ പർപ്പസ് ഉള്ള ചില വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 9:56 ഒരു സഹോദരൻ വായിക്കണം. 19:10 മറ്റൊരു സഹോദരനും വായിക്കാം. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു. പ്രാണനെ രക്ഷിക്കാനായിട്ട് വന്നത്. കർത്താവ് പറയാണ്, ഞാൻ രക്ഷിക്കാൻ വന്നയാളാണ്. എന്തുകൊണ്ടാണ്? തന്റെ പർപ്പസ് രക്ഷിക്കുക എന്നുള്ളതാണ്. 19:10 തന്റെ പർപ്പസ് വെളിപ്പെടുത്തുന്ന മറ്റൊരു വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറയണേ. എന്തിനാ വന്നത്? വന്നതിന്റെ ഉദ്ദേശം എന്താണ്? പല കാര്യം ചെയ്യണം, സൗഖ്യം കൊടുക്കണം എന്നല്ല പറഞ്ഞത്. വന്നത് എന്തിനു വേണ്ടിയാണ്? രക്ഷിക്കാൻ വേണ്ടി. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുക. 1 തിമോഥെയോസ് 1:15 വായിക്കണ്ട. അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. ക്രിസ്തു യേശു ലോകത്തിലേക്ക് വന്നത് അല്ലെ രക്ഷിക്കാൻ വന്നു എന്നുള്ളതാണ്. അതെല്ലാവരും പാപികളെ രക്ഷിക്കാൻ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായി വചനം തന്നെ. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടതിനെ തേടി വന്ന കർത്താവ്, ആത്മാക്കളെ രക്ഷിക്കാൻ വന്ന കർത്താവ്. യേശു ക്രിസ്തുവിന്റെ ഒള്ളി ബിസിനസ് എന്തായിരുന്നു? അതെ പ്രിയമുള്ളവരെ, അതായത് താൻ ഈ സ്വർഗം വിട്ട് ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു. രക്ഷകന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ലോസ്റ്റ് സിന്നേഴ്സ്, നഷ്ടപ്പെട്ട പാപികൾ. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഓരോന്ന് കാണുമല്ലോ കർത്താവ്. അപ്പൊ ഒക്കെ കർത്താവ് ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ഒരു കോയിൻ നഷ്ടപ്പെട്ടു. ഉടനെ ഒരു കഥ, ലോസ്റ്റ് കോയിന്റെ കഥ പറഞ്ഞു. എന്താണ്? അയ്യോ കണ്ടില്ലേ, ദ്രഹ്മ നഷ്ടപ്പെട്ടതുപോലെയാണ് മനുഷ്യപുത്രൻ രക്ഷിക്കാനായിട്ട് വന്നത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് 100 ഷീപ്പുള്ള ഒരാളുടെ ഷീപ്പ് നഷ്ടപ്പെട്ടു പോയി. ഉടനെ ഒരു കഥ പറഞ്ഞു, കാണാതെ പോയ ആടിന്റെ കഥ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു കാര്യം കയറി, രക്ഷിക്കണം, പാപിയെ രക്ഷിക്കണം എന്നുള്ളതാണ്. യേശു കർത്താവിന്റെ മനസ്സിലുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ള പർപ്പസാണ്. പ്രിയമുള്ളവരെ, മറ്റൊത്തിരി കാര്യങ്ങൾ താൻ ചെയ്തു, ഒത്തിരി മിനിസ്ട്രി ഓഫ് മേഴ്സി കർത്താവ് ചെയ്തു. പക്ഷെ കർത്താവിന്റെ പർപ്പസ് അതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞങ്ങനെ ഓരോ കാര്യങ്ങളാ. ആളുകള് മീൻ പിടിക്കുന്നത് കാണും, പറയും മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയ കഥ പറഞ്ഞു. അതെ, ഇതുപോലെ ഒരു മോൻ വീട്ടിൽ നിന്ന് പോയതുപോലെയാണ്. തിരിച്ചു വരുമ്പോൾ പിതാവ് സന്തോഷിക്കുന്ന പോലെ വലിയ സന്തോഷമാണ്. മരിക്കുന്ന സമയത്തും കർത്താവിന്റെ ഉദ്ദേശങ്ങളെ വേദഭാഗത്ത് കാണാൻ കഴിയും. സമയം കുറവാണ്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. എബ്രായർ 2:9 മരിക്കുന്ന സമയത്തുള്ള ഉദ്ദേശങ്ങളാണ്. ബോൺ ടു ഡൈ എന്നാണ് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. രക്ഷിക്കാനായിട്ട് വന്നു. അതെ, മരിക്കാനായിട്ട് വന്നയാളെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു മരിക്കാനായിട്ട് വന്നയാളാണ്. പ്രിയമുള്ളവരെ, ബോൺ ടു ഡൈ. അതുകൊണ്ട് പറയും, ഈ ഭൂമി ജനിക്കുന്നതിന് മുൻപ് തന്നെ പർപ്പസ് വ്യക്തമായിട്ട് പറഞ്ഞു. ഭൂമിയിൽ വന്നപ്പോൾ പർപ്പസ് പറഞ്ഞു, ജീവിച്ചപ്പോൾ പർപ്പസ് പറഞ്ഞു, മരിക്കുമ്പോഴും പറഞ്ഞു, എനിക്ക് ഒരേ ഒരു പർപ്പസേ ഉള്ളൂ. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ടു സേവ് ദി സിന്നേഴ്സ്. എത്ര വലിയ കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ പർപ്പസ് എന്തായിരുന്നു? അവരെന്തിനാ ജീവിച്ചത്? ഇതേ പർപ്പസോടുകൂടിയാണ് അവർ ജീവിച്ചതെന്നുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നമുക്ക് നോക്കാമല്ലോ പ്രിയമുള്ളവരെ. അതെ, ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സുവിശേഷം വ്യാപിപ്പിക്കുക, ആളുകളെ രക്ഷിക്കുക. ഒരു ഹാർഡ്ഷിപ്സും അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4-5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു, അവരെ പിടിച്ചു വെച്ചു. എന്നിട്ട് അവരോട് അവരെ ശാസിച്ചു പറഞ്ഞു, മേലാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറഞ്ഞേക്കരുതെന്ന്. അവരെന്താ പറഞ്ഞറിയാം? അവരുടെ പർപ്പസാണ് വെളിപ്പെടുത്തുന്നത്. വെരി സോറി, വി കനോട്ട് ബട്ട് സ്പീക്ക് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് വളരെ സോറി, കാരണം ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും എനിക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ പറയും എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അതെന്തൊരു പർപ്പസാണ്. അപ്പോസ്തലപ്രവൃത്തി 8 വായിക്കുന്നില്ല ഞാനെല്ലാം, നമുക്കറിയാമല്ലോ ഒത്തിരി വാക്യങ്ങൾ. 8 അധ്യായത്തില് സഭ ചിതറിക്കപ്പെട്ടു, പീഡനം വന്നപ്പോൾ എഴുതി വായിക്കുന്നത് എന്താണ്? ചിതറിപ്പോയവർ വീടുകളിലേക്ക് പോയെന്നല്ല, ചിതറിപ്പോയവർ സുരക്ഷിത സങ്കേതങ്ങളിലേക്ക് പോയെന്നല്ല, ചിതറിപ്പോയവർ അവിടെയായി സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടുപോയി. എന്ത് ഫലമുണ്ടായത്? ശമരിയ, യഹൂദ പ്രദേശങ്ങളിൽ സഭയുണ്ടാകുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, എന്തൊരു വലിയ പർപ്പസാണ്. അപ്പോസ്തലന്മാർ യേശു കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു. എന്തുകൊണ്ട്? ഈ പർപ്പസ് ഉണ്ടായിരുന്നു.
പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു? മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. പ്രിയമുള്ള, all the apostles were convinced of this. അവരെല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരെല്ലാവർക്കും ആ ബോധ്യം ഉണ്ടായിരുന്നു. മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അവരുടെ പ്രവൃത്തികളെല്ലാം നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളെല്ലാം ആ നിലയിൽ ക്രമപ്പെട്ടതായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരെ കുറിച്ച് പ്രസ്താവന എന്താണ്? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്നുള്ളതാണ്. എങ്ങനെയാ കീഴ്മേൽ മറിച്ചത്? സുവിശേഷത്താൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അപ്പോസ്തലന്മാർ നമുക്ക് മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, ജോൺ ഹെഡ്ഡീസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു. അദ്ദേഹം ഒരു സ്ഥലത്ത് in 1814 he landed in a place. ആ സമയത്ത് അവിടെ ക്രിസ്ത്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഹീതൻ ആയിരുന്നു. But when he left in 1872 there were no heathen at all. പ്രിയമുള്ളവരെ, അദ്ദേഹം വന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല, എല്ലാവരും ജാതികളാണ്. അദ്ദേഹം അവിടുന്ന് പോകുന്ന സമയത്ത് എല്ലാവരും ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച അനേക ദൈവദാസന്മാരെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഞാനിങ്ങനെ ചരിത്രത്തിൽ നിന്ന് നോക്കി, മിഷണറിമാരായിട്ട് ചരിത്രത്തിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ദാസന്മാർ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് വലിയ വേദശാസ്ത്രികൾക്ക് ദൈവത്തിന്റെ ദാസന്മാർക്ക് ഉണ്ടായിരുന്നു. C.S. സ്പർജനെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു. താൻ പറഞ്ഞ ചില പ്രസ്താവനകൾ എങ്ങനെയാണ് പറഞ്ഞത്? നിങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു ആത്മാവിനെ നേടിയിട്ടുണ്ടോ? Then പറഞ്ഞു, you shall have നേടിയിട്ടുണ്ടോ? You shall have a crown in heaven but not jewels in it. നിങ്ങൾ സ്വർഗത്തിൽ അത് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ജുവൽസ് കാണത്തില്ല. You will go to heaven childless. നിങ്ങൾ ആത്മാക്കളെ നേടാത്ത ഒരാളാണോ? നിങ്ങൾ ഒരു മച്ചിയായിരിക്കും എന്നാണ് പറഞ്ഞത്. പിള്ളേരില്ലാത്തവരായിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥ, പിള്ളേരില്ലാതെ സ്വർഗത്തിലേക്ക് പോവുക. എൻ്റെ പ്രിയമുള്ളവർ, എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് താൻ പറഞ്ഞു, ഞാൻ ആത്മാക്കളെ നേടാൻ വേണ്ടി തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, C.S. സ്പർജൻ അനേകരുടെ കരച്ചിൽ കേട്ടൊരു മനുഷ്യനാണ്. താൻ പറഞ്ഞു, ഗീവ് മീ കൺവേർട്സ് ഓർ ഐ ഡൈ. നമുക്കങ്ങനെ ചിന്തയുണ്ടോ? കർത്താവേ, ആത്മാക്കളെ തരണം കർത്താവേ, എനിക്ക് സുവിശേഷം പറയണം കർത്താവേ, എന്നെ വേലയ്ക്ക് അയക്കണം കർത്താവേ, ഇല്ലെങ്കിൽ എന്റെ ജീവൻ അങ്ങ് എടുത്തു എന്നാണ് താൻ പറഞ്ഞത്. ജോൺ ഹെൻറി വോസർ എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ, അദ്ദേഹം ഒരു ഓർഡിനറി ലേമാൻ ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ലിമിറ്റഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മാവിന്റെ വില മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞതാണ്. പറഞ്ഞു, ലോർഡ്, ഐ വിൽ ഗീവ് മൈസെൽഫ്, I will give all, but there is no task other than the soul winning. ആത്മാക്കളെ നേടുന്നതിനെക്കാട്ടും വലിയൊരു ശുശ്രൂഷയില്ല. എന്റെ ജീവനെ എടുത്തോ കർത്താവേ, എനിക്ക് ആത്മാവിനെ തരണമെന്ന് താൻ എന്നെ പറയാനായിട്ടായി. വില്യം ബൂത്തിന്റെ പ്രസ്താവന കേൾക്കണം. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ്. താൻ ഇങ്ങനെ പറഞ്ഞു, some men have passion for gold. ചില ആളുകൾക്ക് ഗോൾഡിന് വേണ്ടിയാണ് ഭ്രാന്ത്. some for art, ചിലർക്ക് കലയ്ക്ക് വേണ്ടിയാണ്, ചിലർക്ക് ഫെയിമിന് വേണ്ടിയാണ്. But my passion is for souls. എത്ര വലിയ പ്രസ്താവനയാണ്. വില്യം ബൂത്തിന്റെ അടുക്കൽ ആത്മാവിനെ കിട്ടാത്തപ്പോൾ ആളുകൾ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു, ട്രൈ ടീയേഴ്സ്, യു വിൽ ഗെറ്റ് സോൾസ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിലെ ദൈവത്തിന്റെ ദാസന്മാരും ഈ സുവിശേഷത്തിന് വേണ്ടി. ജോൺ സ്റ്റോട്ട് എന്ത് പറഞ്ഞു? ഗീവ് മീ സ്കോട്ട്ലൻഡ് ഓർ എൽസ് ഐ ഡൈ. എനിക്ക് സ്കോട്ട്ലൻഡിൽ തരണം, ഇല്ല ഞാൻ മരിച്ചോട്ടെ. വില്യം കേറി പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. വില്യം കേറി ഒരു കോബ്ലർ ആയിരുന്നല്ലോ, ചെരുപ്പൂത്തിയായിരുന്നു. തന്റെ ചെരുപ്പ് കടന്ന് പറഞ്ഞ വളരെ അരിഷ്ടമായ അവസ്ഥയിലാണ്. 2-3 വള്ളിച്ചെരുപ്പ് മാത്രം കിടപ്പുണ്ട് അവിടെ. അങ്ങനെ ഒരു ദിവസം തന്റെ സ്നേഹിതരാരോ ചെന്നിട്ട് കേറിയോട് പറഞ്ഞു, ഓ കേറി, വെരി പുവർ ബിസിനസ്, വളരെ പുവർ ബിസിനസ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പം കേറി പറഞ്ഞു, നോ നോ നോ, വണ്ടർഫുൾ ബിസിനസ് ഈസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞു. അപ്പൊ കേറി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയട്ടെ. മൈ ബിസിനസ് ഈസ് ടു വിൻ സോൾസ്, ഐ ജസ്റ്റ് കോബിൾ ടു മേക്ക് എ ലിവിങ് പറഞ്ഞു. എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഈ ചെരുപ്പ് കുത്തിവെക്കുക എന്നുള്ളതല്ല. അതെന്റെ പ്രിയമുള്ളവരെ, എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. ഞാൻ ചെരുപ്പ് കുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. എന്താണ് പ്രയോജനം? ഇഗ്നാത്യോസ് എന്ന സഭാപിതാവ് പറഞ്ഞ പ്രസ്താവന അറിയാം. അദ്ദേഹത്തെ ഇങ്ങനെ തീ കാണിച്ചിട്ട് രാജാവ് പറഞ്ഞു, അല്ലയോ ഇഗ്നാത്യോസേ, നിനക്ക് ഈ തീയെ പേടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പത്തേനും പറഞ്ഞു, നീ വേല നിർത്ത്, നീ പരിപാടി നിർത്ത്, നീ ക്രിസ്തുവിനോട് ജീവിക്കുന്ന സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇഗ്നാത്യോസ് പറയുന്നു, അല്ലയോ മഹാരാജാവേ, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ തീയെ എനിക്ക് പേടിയില്ല, എന്നാൽ അങ്ങേക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ സുവിശേഷം പറയുമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എത്രയോ വലിയ പ്രസ്താവനയാണ്. ബൈബിളിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞ പ്രസ്താവന ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. യിരെമ്യാവ് 20:8-9 വായിക്കാം.
യിരെമ്യാവ് കർത്താവിൻ്റെ വേണ്ടി വളരെ കഷ്ടം സഹിച്ചൊരു മനുഷ്യനാണ്. വളരെ കഷ്ടങ്ങൾ സഹിച്ചു. അങ്ങനെ കഷ്ടമൊക്കെ സഹിച്ചു. ബൈബിൾ പറഞ്ഞതിന് വേലയെ കഷ്ടം മുഴുവൻ സഹിച്ചത്. ഈ കഷ്ടമെല്ലാം സഹിച്ചു കഴിഞ്ഞപ്പോഴത്തേന് യിരെമ്യാവ് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് വേല ഇനി നിർത്താം. നമ്മളും അങ്ങനെയാണല്ലോ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എല്ലാത്തിനെയും കൂടെ പിടികൂടി ഇടിച്ചു. അപ്പം നമ്മൾ പറയും, ഞങ്ങൾ വളരെ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 3 മാസത്തേക്ക് ഇനി വേല ചെയ്യുന്നതല്ല. നമ്മൾ അങ്ങനെയാണ്. അപ്പം യിരെമ്യാവ് അങ്ങനെ ഇനി പ്രസംഗിക്കത്തില്ലെന്ന് ചിന്തിച്ച ഒരു സമയം. വായിക്കാം. വളരെ വളരെ നല്ലൊരു വാക്യമാണ്. യിരെമ്യാവ് 20:8-9 വായിക്കാം. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടപെടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. പ്രസംഗിച്ച് മുഴുവൻ ആട്ടുന്നുപ്പുവാണ് കേൾക്കുന്നത്, എനിക്ക് ആകെ നിന്ദയും പരിഹാസമാണ് എന്ന് താൻ പറയാം. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ? അപ്പം താൻ പറഞ്ഞു, അതൊരു കാര്യം, അതുകൊണ്ട് ഇനി കാര്യം ചെയ്യാം, തൽക്കാലം പ്രസംഗം നിർത്തിയേക്കാം. ഇനി പ്രസംഗിച്ചിട്ടാണല്ലോ ഈ ഗതി വന്നത്. സുവിശേഷം പറഞ്ഞിട്ടാണ് ഈ കുഴപ്പമില്ല വന്നത്. അവിടെ പ്രസംഗം നിർത്താം, നമുക്ക് തൽക്കാലം വേലയൊന്നും വേണ്ട. താൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ശുശ്രൂഷ നിർത്താമെന്ന് ചിന്തിച്ചാലോ? അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, യിരെമ്യാവ് പറയാം, ദൈവത്തിന്റെ ദാസൻ പറയാണ്, പീഡനങ്ങളും കഷ്ടങ്ങളും വന്ന് പ്രസംഗിച്ചതിന്റെ പേരില് അവിടെ ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല, വേല നിർത്താൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യിരെമ്യാവ് പറയാണ്, അയ്യോ, അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എനിക്ക് തീ കത്തുന്ന പോലെയാണ്. ഞാൻ ചോദിക്കട്ടെ, സുവിശേഷം പറയാതിരിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വേദനയാണോ ഉള്ളത്? വേല ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഭാരമാണ് ഉള്ളത്? ഒരു ഫീലിംഗും ഇല്ലാത്ത ഒരു അവസ്ഥ ദൈവജനത്തിന് വന്നുപോയി. ഒരു കംപ്ലൈസൻസി. ആത്മാക്ക് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭാരമില്ല, സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഭാരമില്ല, സഭയുടെ വേല മുടങ്ങിപ്പോയി ഒരു പ്രശ്നവും ഇല്ല, വേലയുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഓടും. ഇതാണോ ക്രിസ്ത്യാനിറ്റി? ഇതാണോ ലോക്കൽ ചർച്ചിന്റെ പ്രമാണം എന്ന് പറയുന്നത്? ഈ ക്യാമ്പ് നമ്മുടെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തട്ടെ. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് അടയ്ക്കപ്പെട്ടിട്ട്, ഇത് കേട്ടിട്ട്, ഇവിടെ ഇന്ന് പ്രസംഗിച്ചത് കേട്ടിട്ട്, അതെ, എങ്ങനെ ഇത് പറയാതിരിക്കും എന്നുള്ള ചിന്തയാണ്. അയ്യോ, ഞാനിത് എങ്ങനെ ഇനി പറയാതിരിക്കും, ഞാൻ ഇനി എങ്ങനെ വേല ചെയ്യാതെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന ചിന്തയല്ലേ വരേണ്ടത്? എത്ര വലിയൊരു പ്രസ്താവന. യെശയ്യാവിന്റെ അനുഭവം വായിക്കാം. 62:1-6 വായിച്ചേ. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. പറയാണ്, ഇസ്രായേലിനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. ഞാൻ യെരൂശലേം എന്ന ദൈവത്തിന്റെ കാര്യപരിപാടിയെ കുറിച്ച് അടങ്ങിയിരിക്കുകയില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. എന്ന് വരെയാണ്, വിളങ്ങി വരുവോളം. നമ്മൾ എന്താ പറയേണ്ടത്? ആത്മാക്ക് രക്ഷിക്കപ്പെടുന്നിടം വരെ ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല, സ്നാനം നടക്കുന്നിടം അടങ്ങിയിരിക്കത്തില്ല, ശിഷ്യന്മാരുണ്ടാകുന്നിടം വരെ അടങ്ങിയിരിക്കില്ല. സഭ വളരുവോളം, അതേ, കർത്താവിന്റെ കാര്യപരിപാടികൾ ആളുകൾ മുന്നോട്ട് വരുവോളം, അത് നമുക്കറിയാം, വരവ് വരെ വരണം അല്ലേ? സുവിശേഷത്തിന്റെ വേല എന്ന് വരെയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് വരെ കർത്താവ് കണ്ട ആളുകളൊക്കെ പൂർണ്ണമായി കഴിയുമ്പോൾ കർത്താവ് വരും. നമ്മൾ എന്താ പറയേണ്ടത്? യെശയ്യാവിനെ പോലല്ലേ പറയേണ്ടത്? ആളുകൾ ഇന്നിപ്പോ എല്ലാവരും സങ്കടം, ആരും വരുന്നില്ല. എന്തിനാ വേല ചെയ്യുന്നതിന്റെ ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള നിഷേധാത്മക പ്രസ്താവന നിർത്ത്. ഒരു ഗുണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് എന്ത് ഗുണമുണ്ടായി? വരുന്നവരുടെ വരവ് നിർത്തി, വേലയ്ക്ക് പോകുന്നവർ വേല നിർത്തി, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന നിർത്തി. എപ്പോഴും കേൾക്കുന്ന എന്താണ്? ഗുണമില്ലെന്നാണ്. നമ്മൾ പറയുന്നുണ്ടോ? മഹാനിയോഗത്തിന്റെ വേല തലക്ക് കയറി പിടിച്ചിട്ടുണ്ടോ? യെശയ്യാവ് പറയാണ്, ഞാൻ താഴോട്ട് വരുമ്പോഴുണ്ട്. 6-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. ആമേൻ. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അതാണ് പറയാ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതേ, സ്വസ്ഥമായിരിക്കാൻ പറ്റത്തില്ല. ഈ ആയിരങ്ങൾ ഇങ്ങനെ തീക്കാത്തോട്ട് പോകുമ്പോ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിരിക്കാനായിട്ട് പറ്റുന്നത്? എനിക്ക് കുറ്റബോധം തോന്നുകയാണ്. ചെയ്യേണ്ട പോലെ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഞാനും നിൽക്കുന്നത്. പറയേണ്ട പോലെ പറയുന്നില്ലല്ലോ. യെശയ്യാവ് പറയാണ്, ഇല്ല, സ്വസ്ഥായിരിക്കാൻ പറ്റത്തില്ല. ആളുകൾ, അവിടുത്തെ വിഷയം ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന കാര്യപരിപാടി യഥാസ്ഥാനപ്പെടുവോളം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കെന്താ പറയാനുള്ളത്? മഹാനിയോഗത്തിന്റെ വേല, കർത്താവ് ആഗ്രഹിച്ച വേല, അത് പൂർത്തിയാകുവോളം ഞങ്ങൾ we will not stop working for the Lord. അതല്ലേ പറയണ്ടേ? നമ്മൾ അങ്ങനെയല്ലേ പറയേണ്ടത്? ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു സംഭവം ഉണ്ടല്ലോ, 2 രാജാക്കന്മാർ 7-9.
അത് ഇന്ന് ബ്രദർ പറഞ്ഞതുപോലെ അതൊരു അനാലജി ആയിട്ട് എടുക്കുകയാണ്. 7:9 വലിയ യുദ്ധം നടന്നു. അരാമ്യ പാളയത്തിൽ അങ്ങനെ ആഹാരമൊക്കെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ ആളുകൾ പറഞ്ഞ പ്രസ്താവനയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. 2 രാജാക്കന്മാർ 7:9 വായിക്കാം. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതെ ഇരിക്കുന്നു. നേരം പുലരുവോളം വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. നമുക്ക് അങ്ങനെയല്ലേ പറഞ്ഞത്, അയ്യോ ഇത് രക്ഷാ ദിവസമാണ്, നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മുടെ മഹാപാപരോഗം മാറിയതാണ്, നമ്മുടെ നരകത്തിന്റെ ശിക്ഷ പോയി, എന്നെ നരകത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതാണ്, ആയിരങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്, പറയാതിരിക്കരുത്, ഇത് സദ്വർത്തമാന ദിവസമാണ്, പറഞ്ഞില്ലെങ്കിൽ കുറ്റം വരും. ഉണ്ടോ? കുറ്റമുണ്ട്. എസ്കേലിൽ അത് പറയുന്നുണ്ട്. അതെ, ദുഷ്ടനോട് മരിക്കുമെന്ന് ഓർപ്പിക്കുമ്പോൾ ഓർപ്പിച്ചിട്ട് നശിച്ചാൽ അവന്റെ രക്തം നിന്നോട് ചോദിക്കുകയില്ല. എന്നാൽ നാം ഓർപ്പിക്കാതെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അതെ അവൻ നശിക്കും, നാം സ്വർഗത്തിൽ പോകും. എന്നാൽ അവന്റെ രക്തം നമ്മോട് ചോദിക്കും. പ്രിയമുള്ളവരെ, പൗലോസ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ രക്തം എനിക്കെതിരെ നിലവിളിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാളിൽ നമുക്കെതിരെ അനേകർ രക്തം നിലവിളിക്കുകയില്ലേ? എത്ര കൂട്ടുകാര് സുവിശേഷം കേട്ടില്ല, എത്ര അയൽക്കാര് കേട്ടില്ല, എത്ര ബന്ധുക്കൾ സുവിശേഷം കേട്ടില്ല, അവരുടെ രക്തം നമുക്കെതിരെ നിലവിളിക്കുമെന്നുള്ള ഒരു ബോധമുണ്ടോ നമുക്കെന്താ പറയാനുള്ളത്? എസ്തർ 4:13-14 ദൈവജനം വലിയ കഷ്ടതയുടെ കടന്നു പോകുന്നു. അപ്പോൾ എസ്തർ കൊട്ടാരത്തിലാണ്, മൊർദെഖായി പുറത്താണ്. ദൈവജനത്തിന്റെ ഭീഷണി വരുന്ന ഒരു വലിയ കൽപ്പന വന്നിരിക്കുകയാണ്. അപ്പോൾ മൊർദെഖായി പറഞ്ഞ പ്രസ്താവന എനിക്ക് ഇഷ്ടപ്പെട്ടു. വായിക്കാം. 4:13-14. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഫലവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നു. അപ്പൊ മൊർദെഖായി പറയാണ്, നമ്മളും ഈ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്, നമ്മൾ രക്ഷപ്പെട്ടു, പ്രൈസ് ദി ലോർഡ്, കർത്താവേ സ്വർഗത്തിൽ പോകുമല്ലോ എന്നോർത്ത് ഇങ്ങനെ ആരാധനയും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ മൊർദെഖായി പറയുന്ന പോലെയാണ്, എല്ലാവരും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട, ദൈവം തമ്പുരാൻ രക്ഷിക്കാനുള്ളവരെ ദൈവം രക്ഷിക്കും. പക്ഷെ നശിക്കുന്നവർ നശിച്ചു പോകും. പറയാണ്, മിണ്ടാതിരുന്നാൽ, നമ്മളോടതാ പറയും, നിങ്ങൾ മിണ്ടാതിരുന്നാൽ, നമ്മൾ പറയാതെ, അതായത് റോമാലെഴുതി പറയുന്ന പോലെയാണ്, അതെ, പറയാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, പോകാതെ എങ്ങനെ പറയും, അയക്കാതെ എങ്ങനെ പോകും? നമുക്ക് ആ ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ടോ? 2 രാജാക്കന്മാർ 5:3 ഒരു അടിമ പെൺകുട്ടിയുടെ ഒരു സാക്ഷ്യം വായിക്കാം. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആ സ്ലേവ് ഗേളിന് എന്തിന്റെ ആവശ്യമാണ്? അവളെ പിടിച്ചുകൊണ്ട് പോയതാണ്. ഒരു വീട്ടിലെ ജോലിക്കാരിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവൾ പറയാണ്, അവിടെ ഒന്ന് പോയിരുന്നെങ്കിൽ. നമ്മൾ പറയത്തില്ലേ, ഈ ട്രാക്ട് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ രക്ഷിക്കപ്പെടും കേട്ടോ, ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് വരുവോ? എന്താ കുട്ടി അങ്ങനെ പറഞ്ഞത്? ഷീ ഹാഡ് എ പർപ്പസ്. ഞാനിങ്ങനെ നോക്കുകയാണ്, അതെ, ദൈവത്തിന്റെ കാര്യപരിപാടിയെ കുറിച്ച് നമ്മുടെ കർത്താവിനും അപ്പോസ്തലന്മാർക്കും ചരിത്രത്തിലെ ദൈവത്തിന്റെ ദാസന്മാർക്കും ബൈബിളിൽ അനേക ദൈവദാസന്മാർക്കും എന്തോ ഒരു ബോധമാണ്, എന്തോ ഒരു പർപ്പസാണ്. അവർ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ പർപ്പസിന്റെ ആവശ്യമുണ്ടോ? ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയാം. ശരി, ഇവർക്കൊക്കെ പർപ്പസ് ഉണ്ടായിരുന്നു, ഇത് നമ്മുടെ പർപ്പസ് ആകേണ്ട കാര്യമുണ്ടോ? അതിനോട് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ സുവിശേഷത്തിന് വേണ്ടി ഇങ്ങനെ ജീവിച്ചത്? ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വേണ്ടി അവർ മരിക്കാനായിട്ട് അവരൊരു കാര്യം അന്നും ഇന്നും കാണുന്നു. there are hungry souls. ഒത്തിരി വിശപ്പുള്ള ആളുകളുണ്ട്. there are hungry souls seeking souls everywhere. ആവശ്യക്കാരുണ്ട് പ്രിയമുള്ളവരെ, ആവശ്യക്കാരുണ്ട്. നമ്മൾ പറയാണ് ആർക്കും വേണ്ട, ആർക്കും വേണ്ടെന്ന്. ഈ ആർക്കും വേണ്ടാത്തവരുടെ ഇടയിൽ ആവശ്യക്കാരുണ്ട്, ഉണ്ട്. എന്തോരം ആളുകളാണ് ഇങ്ങനെ ലോകസുഖങ്ങളിൽ പെട്ടു പോകുന്നത്. വാക്കുകൾ വായിക്കാൻ സമയമില്ല. സഭാപ്രസംഗി പറയുന്നു, അതേ, ലോകസുഖമാണ് ജീവിതമെന്ന് കണ്ടപ്പോൾ ഫ്യൂട്ടൈൽ വെയിൻ, ഒരു ഗുണവുമില്ല, ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് സഭാപ്രസംഗി പറയുന്നു. സദൃശവാക്യങ്ങൾ യിരെമ്യാ ഒക്കെ വായിക്കേണ്ടതാണ്. അതായത് സംതൃപ്തിക്ക് വേണ്ടി ആളുകൾ ഇന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. എന്തിനാണ് ഡ്രഗ്സ് എടുക്കുന്നത്? എന്തിനാണ് ഈ കള്ളനോട്ടടിക്കുന്നത്? എന്തിനാ പെൺവാണിഭം? എന്തുകൊണ്ടാണ് ഇങ്ങനെ അവിഹിത ബന്ധങ്ങൾക്ക് പോകുന്നത്? ടു സാറ്റിസ്ഫൈ ദംസെൽസ്. അവരെ തൃപ്തിപ്പെടുത്തണം.
തൃപ്തി കിട്ടുന്നുണ്ടോ? ഒരു തൃപ്തിയും കിട്ടുന്നില്ല. പാപം ചെയ്യുന്നതിന് മുമ്പേ പാപം എന്ത് പറയും? ചെയ്തോ ഒത്തിരി തൃപ്തി കിട്ടും. ചെയ്ത് കഴിയുമ്പോൾ പാപം പറയും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറ്റബോധവും ക്ഷേമവും. ഇതെവിടെ ഉണ്ട്? നമ്മുടെ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരിലുണ്ട്, നമ്മുടെ കോളേജിലുണ്ട്, നമ്മുടെ അയൽവക്കത്തുണ്ട്, അയൽക്കാരിലുണ്ട്, ബന്ധുക്കളിലുണ്ട്. നമ്മൾ ഇന്ററാക്ട് ചെയ്യാറുണ്ടോ? ആരും ആരോടും ഒന്നും മിണ്ടുന്നില്ല. ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം എന്നൊക്കെ പറയുന്നത് ഒരു ബുക്കിലുള്ള നോട്ടായി മാറി. there is no friendship evangelism at all. ട്രെയിനിൽ കയറിയാൽ ഇപ്പം മിണ്ടാൻ പറ്റത്തില്ലല്ലോ. കയറുമ്പോൾ മുതൽ എല്ലാവരും ഇങ്ങനെ ചെവിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിളിച്ചുണർത്തിയിട്ട് ചെവിയിൽ അത് എടുത്തിട്ട് വേണം ഇതൊന്ന് വായിക്കുമെന്ന് പറയാൻ. ട്രെയിനിൽ എല്ലാവരും ബിസിയാണ്, എല്ലാവരും ബസ് സ്റ്റോപ്പിൽ ബിസിയാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും കാരണം ഇതാ, നമ്മളും ആരോടും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. നമ്മുടെ പിള്ളേരൊന്നും അവിടെ ഇതാ. അതെ, നമ്മുടെ പിള്ളേരെ പഠിക്കാൻ വിട്ടു. വില്യം കേറി പറഞ്ഞവരാണ് പറയുന്നത്, കുഞ്ഞെ നിന്നെ എന്തിനാ ഈ സ്കൂളിൽ വെച്ചിരിക്കുന്നത്, മോനെ നിന്നെ എന്തിനാ കോളേജിൽ വെച്ചിരിക്കുന്നത്, നിന്നെ വെച്ചിരിക്കുന്നത്. നമ്മൾ എന്താ പറയേണ്ടത്? ആത്മാക്കളെ നേടാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. സെന്റ് തോമസ് കോളേജിൽ വെച്ചിരിക്കുന്നു, ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ്. CMSC വെച്ചിരിക്കുന്നു, ആത്മാക്കളെ നേടാൻ വേണ്ടിയാ. പിന്നെ പഠിക്കുന്നതിന് ഉത്തരവാദിത്ത ഭാഗമാണ്. നമ്മളെല്ലാം തലതിരിഞ്ഞു പോയി. എന്തിനു വെച്ചിരിക്കുന്നു? പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. പിന്നെ അവസരം കിട്ടിയാൽ ഞാൻ വല്ലതൊക്കെ പറയാൻ ശ്രമിക്കാം. ഒരവസരം ഇപ്പൊ ഇല്ല, മുഴുവൻ റിവേഴ്സ് ചെയ്തു. ശരിക്കും എന്താ നമ്മൾ പറയേണ്ടത്? വില്യം കേറി പറഞ്ഞ പോലെ, മൈ ബിസിനസ് ഈസ് ടു വിൻ സോൾസ്, ഐ ജസ്റ്റ് കോബിൾ ടു മേക്ക് എ ലിവിങ്. നമ്മൾ എന്ത് പറയണം? മൈ ബിസിനസ് ഈസ് ടു വിൻ സോൾസ്, ഐ സ്റ്റഡി, ഇറ്റ്സ് മൈ ഡ്യൂട്ടി, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ ലക്ഷ്യമല്ല, അത് പർപ്പസ് ഒന്നുമല്ല. ബുദ്ധി കൊണ്ട് പഠിക്കുക, നല്ല വിദ്യാഭ്യാസം നേടുക, ദൈവം തരുന്ന നല്ല ജോലിയൊക്കെ ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ല. എന്തിനാണ്? യോഹന്നാൻ, സമയമില്ലാത്തൊരു വായിക്കുന്നതിൽ ഒത്തിരി വായിക്കണ്ട. യോഹന്നാൻ 4:14, 6:33 കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. അങ്ങനെ ദാഹം തീർക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുമോ? ഈ ക്യാമ്പിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. എൻ്റെ കർത്താവേ ഉണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് മാനസിക പീഡ അനുഭവിക്കുന്ന ഒത്തിരി പിള്ളേർ സ്കൂളിലും കോളേജിലും ഉണ്ട്. വീട്ടിൽ ഫാമിലി പ്രോബ്ലം, അപ്പൻ്റെ കുടി, വേറെ പ്രശ്നങ്ങൾ. നമുക്കറിയത്തില്ല. നമ്മുടെ പിള്ളേരൊക്കെ 100 ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. വിശേഷമൊക്കെ പറയും. എവിടെ പോയിരുന്നു? വീഗാലാൻഡിൽ പോയോ? അങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ? അതൊക്കെ ചോദിക്കും. കറങ്ങാൻ പോയോ? അതെല്ലാം ചോദിക്കും, എല്ലാം ചോദിക്കും. ഇത് സംബന്ധിച്ച് ചോദിക്കുന്നില്ല. ഇല്ല, ഞാൻ കുറ്റം പറയുന്നതല്ല. ഒരു വല്ലാത്ത ഇത്രയും വെളിച്ചം കിട്ടിയ ആളുകൾ എവിടെ ഇരിക്കുന്നത്? ഒത്തിരി പേര് ഇന്നലെ വന്ന പോയവരും ഇവരും ഒക്കെ ഉള്ളവര്. ഈ കേരളത്തിൽ ഇത്രയും ആത്മീയ വെളിച്ചം കിട്ടിയ വേറെ ഒരു ഗ്രൂപ്പുണ്ടോ? ഒത്തിരി വെളിച്ചം കിട്ടിയിട്ട് ഇപ്പം എല്ലാം മൂടി വെച്ചിട്ടിരിക്കുകയാണ്. സോ സാഡ്. ഒരു പാസ്റ്ററുണ്ട്, വെസ്റ്റർ ഹോം എന്ന് പറഞ്ഞൊരു പാസ്റ്ററിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചു. അദ്ദേഹം ഇങ്ങനെ വേല ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഒരു കുടിയനായ മനുഷ്യനെ പരിചയപ്പെട്ടു. ഗോസ്പൽ ഷെയർ ചെയ്തു. അയാൾ അന്നേരം ഇയാളോട് വല്ലാതൊക്കെ പെരുമാറിയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇയേഴ്സ് ലേറ്റർ, അതെ, ഈ കുടിയനായ മനുഷ്യനെ ആ പ്രദേശത്തുള്ള സഭയിലെ ഒരു ദൈവ പൈതല് കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു യു നീഡ് എ ഹെൽപ്പ് എന്ന് പറഞ്ഞു. കുറെ വർഷം കഴിഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സഹായി വേണം. അപ്പൊ തന്നെ ഈ കുടിയൻ പറഞ്ഞു, ഐ നീഡ് എ ഹെൽപ്പ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉത്തരം ശരിയാണ്, ദൈവത്തെക്കുറിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ഹെൽപ്പ് മീ ഈസ് പാസ്റ്റർ വെസ്റ്റർ ഹോം എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ഈ സഭയിലെ പാസ്റ്ററിന്റെ പേരാ പറഞ്ഞത്. ഉടനെ ഈ ദൈവ പൈതൽ എന്ത് ചെയ്തു? ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പാസ്റ്ററിന്റെ പാർസനേജിലേക്ക് കൊണ്ടുപോയി. പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നോട് സുവിശേഷം പറഞ്ഞു. ഞാൻ സുവിശേഷത്തെ അപ്പം കാറ്റിൽ പറത്തി തള്ളിക്കളഞ്ഞൊരു മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, അപ്പം പറഞ്ഞു, എനിക്ക് രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആ പാർസനേജിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. സുവിശേഷം വർഷം മുമ്പ് വിതച്ചതാ. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കുന്നത്, ബ്രദർ പറഞ്ഞ പോലെ റിവാർഡ്സ് നിത്യതയിലാണെന്ന് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ റിസൾട്ട് വേണം. അങ്ങനെയാണെങ്കിൽ വില്യം കേറി ഒരു ഫെയിലിയർ ആണ്. ആദ്യത്തെ എത്രയോ വർഷങ്ങൾ ഒരാളും രക്ഷിക്കപ്പെട്ടില്ല, സാധനവും നടന്നില്ല. അപ്പോൾ വില്യം കേറി ഫെയിലിയർ ആണോ? ഫാദർ ഓഫ് മിഷൻസ് ഫെയിലിയർ ആണോ? അദ്ദേഹം ഫെയിലിയർ ആണ്. പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കുന്ന ആൾ രക്ഷിക്കപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു. ഞാനും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും, കർത്താവ് രക്ഷിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആള് രക്ഷിക്കപ്പെട്ടാൽ വിജയം എന്നുള്ള ഒരു കണക്കൂട്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. അതെ, ഹിയർ ഇസ് എ ഹംഗ്രി മാൻ ഹംഗ്രി ഫോർ ദ ഗോസ്പൽ. അതെ പ്രിയമുള്ളവരെ, ഒത്തിരി ആളുകൾ അങ്ങനെയുണ്ട്. There are lot of hungry souls hungry for the gospel. They are still seeking. Are you willing to go to them? അങ്ങനെയുള്ളവർ അടുക്കിലേക്ക് പോകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒരു കൊർണേലിയസ് ഉണ്ടായിരുന്നു, ഭയങ്കര പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ഭക്തൻ. He wanted to be just. പക്ഷേ
വഴി എന്താന്ന് ആരും കാണിച്ചു കൊടുത്തില്ല. പത്രോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനടുത്ത് വന്നപ്പോഴാണ് വഴി കാണിച്ചത്. കണ്ടോ, കൊർന്നേലിയോസിന് രക്ഷ കിട്ടി. എത്യോപ്യൻ യൂണക്കിനെ നോക്കിക്കേ, ഷണ്ണനെ നോക്കിക്കേ, എന്തോ ഒരു ലോങ് ജേർണി, വലിയ കൺവെൻഷന് പോവുക, യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിലേക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ട്, റിപ്പോർട്ട്സൊക്കെ കേട്ടിട്ടുണ്ട്. കയ്യിലൊരു ബൈബിളുണ്ട് ഷണ്ണന്റെ കയ്യിൽ. ഷണ്ണന് വഴി അറിയില്ല. ഇതോ ഒരു ഫിലിപ്പോസ് അതുവഴി വരുന്നു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? വായിച്ചിട്ട് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷം. അവസാനം അതിന്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം. ഹി ബിക്കേം എ ബിലീവർ. ഒരു സക്കായി ഉണ്ട്, ഇങ്ങനെ മരത്തിന്റെ മുകളിൽ കയറി. ആളുകളുടെ ശല്യം കാരണം ആളുകളെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല യേശു കർത്താവിനെ. പക്ഷേ എന്ത് ചെയ്തു? അദ്ദേഹം കർത്താവിനെ കണ്ടുപിടിച്ചു. അതായത് ഒരു കിണറിന്റെ അരി ഒരു സ്ത്രീ ഉണ്ട്, ഭയങ്കര ഫാമിലി പ്രോബ്ലമാണ്. അവളിങ്ങനെ പാപം ജീവിക്കുകയാണ്. അവളുടെ സോളിനെ ആരും സാറ്റിസ്ഫൈ ചെയ്യും? കല്യാണം മാറി മാറി കഴിച്ചാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. യേശു കർത്താവ് ഇടപെട്ടു. അവളോട് പറഞ്ഞു, നിനക്ക് പ്രോബ്ലം മാറണമെങ്കിൽ നിന്റെ ദാഹജലം തീർക്കുന്ന കർത്താവിന്റെ അടുക്കലേക്ക് നീ വരണം, അത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ അമ്മച്ചിയുടെ അടുക്കലേക്ക് വന്നു. എന്തോ ഒരു കാര്യമാ. പാപിയായ ഒരു സ്ത്രീ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളെ കർത്താവിനെ കണ്ടുമുട്ടി. ബ്ലീഡിങ്ങിന്റെ രക്തസ്രവക്കാരിയായ സ്ത്രീ, എത്ര വർഷമായിട്ട് രോഗമായിട്ട് നടക്കുകയാണ്. അവൾക്കും കർത്താവിനെ ആവശ്യമായിരുന്നു. ഞാനിങ്ങനെ വായിച്ചു, ഡു യു ഹിയർ എ മാസിഡോണിയൻ ക്രൈ? പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഓരോ സ്ഥലത്തേക്ക് ആസ്യക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ദൈവാത്മാ പറഞ്ഞു, ഡോണ്ട് ഗോ, പോകരുത്. നിന്നെ ആസ്യയിലേക്കല്ല വിളിച്ചത്. പിന്നെ വിളിച്ചു, അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് ചോദിച്ചു, അവിടെയും പോകരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയിൽ മക്കതോന്യ ഒരു വിളിയാണ്, മക്കതോന്യ എന്നൊരു വിളിയാണ്, ഞങ്ങളെ വന്ന് സഹായിക്കുക. അപ്പൊ ഒരു ദൈവദാസൻ ചോദിച്ചു, ഡു യു ഹിയർ എ മാസിഡോണിയൻ ക്രൈ? നിങ്ങൾ അങ്ങനെ ഒരു വിളി കേൾക്കുന്നുണ്ടോ? ഞങ്ങളെ വന്നൊന്ന് സഹായിക്കുക സഹോദരന്മാരെ. വിളിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. അയൽവക്കക്കാർ വിളിക്കുന്നുണ്ട്, കോഴഞ്ചേരി വിളിക്കുന്നുണ്ട്, അയിരൂർ വിളിക്കുന്നുണ്ട്, എറണാകുളം ജില്ല വിളിക്കുന്നുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണോ? ഇനി ഇവിടെ ആരും വരാൻ പോകുന്നില്ലെന്നാ ചിലർ പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. എത്രയാണ് ഇതൊക്കെ? ഈ ഹംഗ്രി സോൾസിനെ ഞാൻ ഈ പറഞ്ഞവരൊക്കെ കണ്ടു. അതെ, നമ്മൾ കാണുന്നില്ല. സങ്കടകരമല്ലേ? അടുത്ത ഞാൻ പറയാൻ പോകുന്നതാണ്, the reapers will have eternal joy. നിത്യസന്തോഷം കണ്ടു. ഈ ദൈവദാസന്മാരെല്ലാം അത് കണ്ടു കേട്ടോ. നിത്യസന്തോഷം. കർത്താവ് ഇങ്ങനെ അയച്ച ആളുകൾ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, എന്തോ ഒരു സന്തോഷമാണ്, ആളുകൾ രക്ഷിക്കപ്പെടുന്നതിന്റെ സന്തോഷം കർത്താവിൻ്റെ അടുക്കും. അപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതില്ല. ഞാനിങ്ങനെ വരച്ചു മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പേര് എഴുതിയതിൽ സന്തോഷിക്കണം. അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരെ അവിടെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. നമുക്ക് സന്തോഷിക്കണ്ടേ? നിങ്ങളുടെ നിത്യത എങ്ങനെയായിരിക്കും? അതെ പ്രിയമുള്ളവരെ, വിതയ്ക്കുന്നെങ്കിൽ നാം കൊയ്യും. ക്രോപ്പ് ഫെയിലിയേഴ്സ് എല്ലാ കാലത്തും ഉണ്ട്. വിതയ്ക്കനുസരിച്ചുള്ള കൊയ്ത്തില്ലെന്നുള്ള പ്രയാസം എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ വിതയ്ക്കാതിരിക്കാനായിട്ട് പാടില്ല. വിതച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിന്റെ വേലയിൽ അവനോടുകൂടെ പങ്കാളിയാകാൻ വേറെ എന്ത് പരിപാടിയാണ് പ്രിയമുള്ളവരെ? ആത്മാക്കളെ നേടുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് സ്പർജൻ പറഞ്ഞ വേറൊരു പ്രസ്താവന എന്താ? ഐ വുഡ് റാദർ ബി മീൻസ് ഓഫ് സേവിങ് സോൾ ഫ്രം ഡെത്ത് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഒറേറ്റർ ഓൺ എർത്ത്. വലിയൊരു പ്രസംഗി ആകുന്നതിനെക്കാട്ടും ആത്മാക്കളെ രക്ഷിക്കുന്ന ഒരു മനുഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇഷ്ടം. ചിലപ്പോൾ ആരും അറിയാതെ ആത്മാക്കൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരാൾ സഭയെ കാണും. അങ്ങനെയുള്ളവരാണ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ഭാരമാണ് ആത്മാക്കൾക്ക് വേണ്ടി. അവർ ഇവാഞ്ചലിസ്റ്റ് ആണ്. പക്ഷേ അങ്ങനെയുള്ള ഭാരമുള്ളവർ അധികം വേല ചെയ്യട്ടെ. പക്ഷെ അല്ലാതെ എല്ലാ വിശ്വാസികളും ചെയ്യാം. അപ്പൊ അതായത് ഈ സ്പർജൻ പറഞ്ഞ പ്രസ്താവന ഇതാണ്, വാട്ട് എ ബ്ലിസ് ഇറ്റ് വിൽ ബി ടു ഫ്ലൈ ടു ഹെവൻ ആൻഡ് ഹാവിംഗ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് കൺവേർട്സ് ബിഹൈൻഡ് me in glory and said telling here I am father the children you have given me. ബൈബിളിലെ പ്രസ്താവനയാ. സ്വർഗത്തിലേക്ക് അങ്ങനെ പറന്നു പോവുകയാണ് ഇത്ര അനേക ആത്മാക്കളുമായിട്ട്. എന്നിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട്, കർത്താവേ പിതാവേ ഞാനും ഇതാ എൻ്റെ മക്കളും. നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാനുണ്ടോ? ഒത്തിരി മക്കളില്ലേലും ഒരു കൊച്ചെങ്കിലും ഉണ്ടോ? കർത്താവേ ഒറ്റ കൊച്ചുണ്ട്, അതോ
ഒത്തിരി പേര് ഈ മുമ്പേ പറഞ്ഞ പോലെ മച്ചിയായിട്ടിരിക്കേണ്ടി വരും. കർത്താവെ രക്ഷിക്കപ്പെട്ടു, പക്ഷെ പിള്ളേരുണ്ടായില്ല. കർത്താവെ, എത്ര സങ്കടകരമായ കാര്യമാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വപൂർണമായ വേല? അതിനെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ കണ്ടത്, അതെ, ഈ ഇത്രയും മഹത്വപൂർണമായ ഈ ആളുകൾ നശിക്കുന്നു, സ്വർഗത്തിൽ ഇത്രയും സന്തോഷമുണ്ട്. പാപിയുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്, സ്വർഗം സന്തോഷിക്കുന്ന കാര്യമാണ്, സ്വർഗത്തിൽ സന്തോഷിക്കാൻ മക്കൾ വേണം. എന്നിട്ടും എന്താണ്? അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ കണ്ടത്, ഇറ്റ്സ് നത്തിങ് ബട്ട് ദ കോൾനെസ് ഓഫ് ദ lukewarm Christianity. അതെ, ദൈവജനത്തിന്റെ അതെ ഒരു മന്ദതയാണ്. അതായത് മറ്റൊന്നുമല്ല, ഇൻഡിഫറൻസ് ഓഫ് ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിന്റെ ജനത്വം മഹാനിയോഗത്തോടുള്ള അനുസരണക്കേടല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ലെന്ന് ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നു. ഞാനും ചിന്തിച്ചു, അതല്ലേ മഹാരാജാവിന്റെ മഹാനിയോഗം എന്ന പുസ്തകം ഇപ്പൊ ഇറക്കി. അത് തന്നെയല്ലേ മഹാരാജാവിന്റെ മഹാകൽപ്പന? എന്താണ്? മഹാരാജാവ് അവസാനം ഒറ്റ കൽപ്പനയെ കൊടുത്തുള്ളൂ, ഗോ preach, baptize, teach them and make disciples. ഇതിനെ എങ്ങനെ പറയും? 1 ശമൂവേൽ 15:23 ഇതിന്റെ വിശദീകരണം. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും. മഹാനിയോഗത്തിന്റെ വേലയിൽ സഹകരിക്കാതിരിക്കുന്നത് മത്സരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏത് കൽപ്പന അനുസരിക്കാതിരിക്കുന്നത് മത്സരമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് കൽപ്പനകളുടെ ഏറ്റവും വലിയ റാണിയായിട്ട് ഈ കൽപ്പന ഞാൻ കാണുകയാണ്. കൽപ്പനയുടെ ഏറ്റവും മുകളിലുള്ള കൽപ്പനയാണ്. കാരണം ഡിസൈപ്പിൾഷിപ്പിൽ മുഴുവൻ കൽപ്പനയാണ്, പക്ഷെ ആ കൽപ്പനയുടെ മുകളിലൊരു കൽപ്പനയുണ്ട്, ഡിസൈപ്പിൾഷിപ്പ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ക്യാമ്പിൽ നമുക്കൊരു സങ്കടം പറഞ്ഞു, കർത്താവേ മഹാനിയോഗത്തോട് ഭയങ്കര പുറംതിരിഞ്ഞ് നിൽക്കുക ഞാൻ. മഹാനിയോഗത്തിന്റെ വേലയിൽ, സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്നില്ല, ഫോളോ അപ്പ് ഇല്ല, ആർക്കും ട്രാക്ട് കൊടുക്കുന്നില്ല, ആരെയും വിളിച്ചോണ്ട് വരുന്നില്ല, ആർക്കു വേണ്ടിയും ഒരാത്മാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. മുമ്പ് ബ്രദർ പറഞ്ഞ പോലെ വയ്യാത്ത ഒത്തിരി പ്രായമുള്ളവർ കാണും. ഡോണ്ട് വറി, നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി പോകണ്ട. ഞാൻ അതിന് പറയുന്നത്, ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പറയും, നിങ്ങൾ വേലയ്ക്ക് പോകാൻ പറ്റാത്തവരെ കുഴപ്പമില്ല, വേലയ്ക്ക് പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിക്കണം. സഹോദരിമാർക്കൊക്കെ പ്രാർത്ഥിക്കാം. പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഓടി നടന്ന് വേല ചെയ്യണ്ട. ഡോണ്ട് വറി, സാമാന്യം സൂക്ഷിച്ചവർക്കും പ്രതിഫലമില്ലേ? ആത്മാക്കൾക്ക് വേണ്ടി ഓടി നടന്നില്ല, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരപ്പച്ചനും അമ്മച്ചിയും വേലയ്ക്ക് പോയവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന, പ്രതിഫലമുണ്ട്. കാണിച്ചു കൊടുത്തവർക്ക് പ്രതിഫലം, രക്ഷയിലേക്ക് നയിച്ചവർക്ക് പ്രതിഫലം, പഠിപ്പിച്ച് ഉറപ്പിച്ചവർക്ക് പ്രതിഫലം, സ്നാനത്തിലേക്ക് നടത്തിയവർക്ക് പ്രതിഫലം. മഹാനിയോഗത്തോട് അനുസരണം കാണിക്കുവോ? മഹാനിയോഗത്തിന്റെ വേറൊന്നുമില്ല, ജസ്റ്റ് ഒബേ. ഒത്തിരി ഞാനതൊന്നും പറയുന്നില്ല. എനിക്ക് പേടിയാണ്, ഭയമാണ്, എനിക്ക് അതൊന്നും ഇവിടെ ഞാൻ കൊണ്ടിരുന്നില്ല. ആ ഭയത്തിൻ്റെയും പേടിയുടെ എല്ലാം മുകളിൽ ഈ കൽപ്പന നീക്കുകയാണ്. പേടിയുള്ളവർ ചെയ്യേണ്ടെന്നല്ലേ പറയണമായിരുന്നല്ലോ. ഇതെല്ലാം മുന്നിൽ കൊണ്ടിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പൊക്കോണം, ഞാനുണ്ട് എന്ന് പറഞ്ഞു. ആ ധൈര്യമല്ലേ? ഭീരുക്കൾക്ക് ആ ധൈര്യമല്ലേ ഉള്ളത്? നിങ്ങൾ എലക്വന്റ് അല്ല, ഡോണ്ട് വറി, ദ ലോർഡ് ഈസ് വിത്ത് യു. നിങ്ങളൊരു ഭയങ്കര ഫ്ലൂവന്റ് സ്പീക്കർ അല്ല, നിങ്ങൾക്ക് പറയുമ്പോൾ വിക്ക് വരുന്നു, ഡോണ്ട് വറി, ദ ലോർഡ് വിൽ ടേക്ക് കെയർ. അതാണ് മഹാനിയോഗത്തോടുള്ള ഒരു ഇൻഡിഫറൻസ്, താല്പര്യമില്ലായ്മയ്ക്ക് ഒരു വ്യത്യാസം വരുത്തുമോ? ഇതൊരു മത്സരമാണ്. ഞാനിത് പറയാതിരിക്കുന്നതും ചെയ്യാതിരിക്കുന്നതും മത്സരം തന്നെ. ഏത് കൽപ്പന അനുസരിക്കാതിരിക്കുന്ന മത്സരമാണെങ്കിൽ ആ കൽപ്പനയിൽ ഏറ്റവും വലിയ കൽപ്പനയായിട്ട് ഞാനിതിനെ കാണുക. അതുമാത്രമല്ല, ആത്മാവിന്റെ വിലയെ ആളുകൾ ഇന്ന് കാണുന്നില്ല. ഗ്ലോറി ഓഫ് മിഷൻസ് നിങ്ങൾ കണ്ടാലേ, ഇവരെല്ലാം മിഷന്റെ ഗ്ലോറി കണ്ടു, മിഷന്റെ മഹത്വം കണ്ടു. ബൈബിൾ പരിശോധിക്കുമ്പോൾ മിഷന്റെ മഹത്വം കണ്ട ഒത്തിരി പേരുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചില എക്സാമ്പിൾസ് പറയാം. കർത്താവ് പറഞ്ഞ ഉപമയെ കർത്താവ് തന്നെ പറഞ്ഞു. അതായത് ഒരു സ്വർഗരാജ്യം, ഒരു വിലയേറിയ മുത്തന്വേഷിക്കുന്ന വ്യാപാരി, അതുപോലെ തന്നെ വയലിൽ ഒളിച്ചു വെച്ച നിധി. രണ്ടിലും എന്താണ്? ഡിസൈപ്പിൾഷിപ്പാണ്, മഹാനിയോഗത്തിന്റെ വേലയാണ്. എന്താ പറഞ്ഞത്? എല്ലാരും കണ്ടില്ല, ഒരാള് കണ്ടു ആ വയലില്ലാതെ എന്ന് പറഞ്ഞാൽ മിഷന്റെ മഹത്വം കണ്ടയാൾ എന്ത് ചെയ്തു? പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് വാങ്ങി. മിഷന്റെ മഹത്വം എന്താണ്? എബ്രായ ലേഖനത്തിൽ മോശ ഇങ്ങനെയായിരുന്നു. മോശയുടെ മുന്നിൽ ഇങ്ങനെ ദൈവ ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് ഭയങ്കര വെല്ലുവിളികള്. അതായത് മിസ്രൈമിലെ രാജ്യത്വം, അടുത്ത ഫറവോ, നെക്സ്റ്റ് ഫറവോ ആകാനുള്ള ആളാണ്. മിസ്രൈമിലെ ട്രഷേഴ്സ്, നിക്ഷേപങ്ങൾ, മിസ്രൈമിലെ പാപങ്ങൾ, ഇഷ്ടം പോലെ പാപം ചെയ്യാം, അവിടെ ജീവിച്ചാൽ മതി, ഈജിപ്തിൽ ജീവിച്ചാൽ മതി. മോശ എന്ത് ചെയ്തു? മോശ ഇങ്ങനെ നോക്കി, എന്താ ചെയ്യേണ്ടത്? ഒരു വശത്ത് ഇതെല്ലാം നോക്കി, മറുവശത്ത് ഇങ്ങനെ താൻ
രണ്ടും കമ്പയർ ചെയ്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് 3 കാരണങ്ങൾ ഈ മിഷൻ ഏറ്റെടുക്കാൻ മോശയെ പ്രേരിപ്പിച്ചു. മിഷന്റെ മഹത്വം താൻ കണ്ടു. എങ്ങനെ കണ്ടു? വിശ്വാസത്താൽ. എബ്രായ ലേഖനം ആരംഭിക്കുന്ന മുഴുവൻ എങ്ങനെയാണ്? ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ മിഷന്റെ മഹത്വം കാണുന്നവർ മാത്രമേ വേലയെ ഏറ്റെടുക്കത്തുള്ളൂ. വേലയുടെ മഹത്വം വിശ്വാസത്തിന്റെ കണ്ണുകളാലേ കാണാനായിട്ട് കഴിയത്തുള്ളൂ. നഗ്നനേത്രങ്ങൾക്കുള്ള കാണാൻ കഴിയത്തില്ല. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ ഒത്തിരി പേര് കാണുന്നു. അങ്ങനെ കണ്ടവരെ ഓർത്ത് ഞാൻ ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം. ഒത്തിരി പേര് കാണുന്നില്ല. സങ്കടം, പ്രയാസം വരുന്നു. ഈ വേലയുടെ മഹത്വം എന്താ കാണാത്തത്? മോശ കണ്ടു. മോശ മിസ്രൈമിലെ രാജ്യത്വത്തിന്റെ മഹത്വമല്ല കണ്ടത്, ട്രഷേഴ്സിന്റെ മഹത്വമല്ല കണ്ടത്, പ്ലഷേഴ്സിന്റെ മഹത്വമല്ലത്. ബട്ട് he saw the glory of missions in eternity. വേലയുടെ മഹത്വം കണ്ടു, പ്രതിഫലം നോക്കിയത് കൊണ്ട്. പ്രിയമുള്ളവരെ, ആത്മാക്കളെ രക്ഷിക്കുന്ന വേലയെക്കാട്ടിലും വലിയൊരു വേല എന്താണ്? മഹാനിയോഗത്തിന്റെ വേലയെക്കാട്ടിലും വലിയൊരു ജോലി എന്താണ്? ആ ജോലിയിൽ എന്തോ ഒരു റോളുണ്ടെന്നറിയാമോ? ട്രാക്ട് കൊടുക്കുന്ന റോള്, പരിചയപ്പെടുത്തുന്ന റോള്, ബന്ധുക്കളുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്ന റോള്, പറയുന്ന റോള്, ഉറപ്പിക്കുന്ന റോള്, രക്ഷയിലേക്ക് നയിക്കുന്ന റോള്. ആ റോള് ഏറ്റെടുക്കാൻ മനസ്സാണ്. എങ്ങനെ കാര്യം? വേലയുടെ മഹത്വം കാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതെ, നമുക്ക് നമ്മുടെ കണ്ണ് കാണാത്തതും നമ്മുടെ ചെവി കേൾക്കാത്തതും നമുക്ക് ഇമാജിൻ ചെയ്യാത്തതുമായ വലിയ മഹത്വമാണ് ദൈവത്തിന്റെ സ്നേഹിക്കുന്നവർക്ക്, അനുസരിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. മഹാനിയോഗം ഉൾപ്പെടെയുള്ള എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവർക്ക് ഓണറുണ്ട്. മഹാനിയോഗം എന്ന് പറഞ്ഞത് മഹാരാജാവിന്റെ അന്ത്യകൽപ്പനയാണെങ്കിൽ ഏത് കൽപ്പനയ്ക്ക് മുമ്പ് ആ കൽപ്പന ഏറ്റെടുക്കേണ്ടതല്ലേ ദൈവസഭ? ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:11 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ആളുകളെ ഇങ്ങനെ സമ്മതിപ്പിക്കുക. തനിക്ക് ഭയങ്കര ദൈവഭയമായിരുന്നു. ഞാൻ അതിൻ്റെ പല നിലയിൽ വായിച്ചിട്ടുണ്ട്. നോയിങ് ദ ടെറർ ഓഫ് ദ ലോർഡ്. നോയിങ് ദ ടെറർ ഓഫ് ദ ലോർഡ്. അപ്പോസ്തലന് അറിയാം, ദൈവത്തിന്റെ ടെററിനെ കുറിച്ച് അറിയാം. പഴയ നിയമം നോക്കിയാൽ ദൈവത്തിന്റെ ടെറർ ഓർത്തപ്പോ സോദോം ഗൊമോറ ഓർത്ത് കാണും, നോഹയുടെ കാലം ഓർത്ത് കാണും, കോരഹിന്റെ കാര്യം ഓർത്ത് കാണും. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ന്യായവിധിയുടെ ഭീകരത ഓർത്തപ്പോ, യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വെറും കൈയോടെ നിൽക്കണമല്ലോ എന്ന് അതും ഓർത്ത് കാണും. നിത്യതയിൽ ഒരു പാപ്പരാകണമല്ലോ എന്ന് ഓർത്തപ്പോ, അയ്യോ ഒന്നും കയ്യിലില്ല, ഒന്നുമില്ല, എല്ലാം ഉണ്ടോ ഇടാൻ? കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കിരീടം വാങ്ങാനായിട്ട്. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വരട്ടെ പ്രിയമുള്ളവരെ. പൗലോസ് അപ്പോസ്തലന് എന്തോ ഒരു ദൈവഭയം. നമുക്ക് ആ ദൈവഭയം ഉണ്ടോ? രക്ഷിക്കപ്പെടാത്തവരുടെ മേൽ വരാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ചും രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നേരിടാൻ പോകുന്ന നീതിയുള്ള ന്യായാസനത്തിന്റെ മുമ്പിലുള്ള വിധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ വെറും കൈയോടെ നിൽക്കണമല്ലോ എന്നുള്ള ദൈവഭയം, അവിശ്വാസികൾക്ക് മേൽ വരാൻ പോകുന്ന ഭയങ്കരമായ തീയെക്കുറിച്ചുള്ള ഭയം വന്നപ്പോൾ പൗലോസ് പറയും, എനിക്ക് ഭയമാണ്, ഞാൻ അതുകൊണ്ട് ആളുകളെ സമ്മതിപ്പിക്കുക. എൻ്റെ പൊന്ന് സഹോദരൻ രക്ഷിക്കപ്പെടണം, എങ്ങനെയും എൻ്റെ പൊന്ന് ചേച്ചി രക്ഷിക്കപ്പെടണം കേട്ടോ. മാത്രമല്ല പൗലോസ് പറഞ്ഞു, ഭയം മാത്രമല്ല, 5:14 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുക. ഇങ്ങനെ പൗലോസ് ഇങ്ങനെ ഓർത്തപ്പോൾ എന്താണ്? അതേ പ്രിയമുള്ളവരെ, ദൈവഭയത്തിന്റെ കുറവ് ഈ വേല ഏറ്റെടുക്കാൻ നമ്മെ പുറകോട്ട് വലിക്കുന്നതാണ്. ദൈവസ്നേഹത്തിന്റെ നിർബന്ധം നഷ്ടപ്പെട്ടു പോയോ നമുക്ക്? പൗലോസിന്റെ നിർബന്ധം, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്നും എല്ലാവരും മരിച്ചു, ഇനിയും ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, ജീവിക്കുന്നവർ കർത്താവിനായി തന്നെ ജീവിക്കണമെന്ന് ഉറച്ചിരിക്കുന്നു. നമുക്കതാ പറയണത്, കർത്താവേ അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചല്ലോ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. The best thing I can do for you, Lord, live for you. കർത്താവേ അങ്ങേക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അത് പ്രിയമുള്ളവരെ, ജീവിതം അതാണ്, അതാണ് സംഘാടകർ ഈ വിഷയം ഇങ്ങനെ ഇട്ടത്. ലൈഫ് ഓൺലി വൺ ലൈഫ്, ലീവ് ഫോർ ദ ലോർഡ്. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രതികരണം എന്ന വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവാണ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ എന്താ വരുന്നത്? സങ്കടം വരും കേട്ടോ, വരട്ടെ.
കുറ്റബോധം വേണ്ട, തിരുത്താനുള്ള മനസ്സ് മതി. വലിയ മഹാനിയോഗത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുക. 3 നിലയിൽ കർത്താവ് വിളിക്കുന്നതിന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. യെശയ്യാവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ വിളിയുടെ ഒളിവിൽ പറയുവോ? അതെ, കർത്താവേ, ജനറൽ കോൾ എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. അപ്പം കർത്താവേ, സെൻഡ് മീ എ ലോർഡ്. ആയിരിക്കുന്നിടത്ത് കർത്താവേ, നിനക്ക് വേണ്ടി വേല ചെയ്യാൻ. സെൻഡ് മീ എ ലോർഡ്, സെൻഡ് മൈ ഫാമിലി, സെൻഡ് മൈ ചർച്ച്. ഒരു സ്പെസിഫിക് കോൾ ഞാൻ തരികയാണ്. നിങ്ങളെ കർത്താവ് ഈ വേലയ്ക്ക് പൂർണ്ണസമയം വിളിക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് കഴിയും. നിങ്ങളെ പ്രേരിപ്പിക്കും. വിളിച്ചാൽ പോകാമെന്ന് ആൾ പറയുന്നുണ്ട്. വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കർത്താവ് വിളിക്കുന്നുണ്ടോ? ഫുൾ ടൈം ആയിട്ട് ഈ മഹാനിയോഗത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ക്യാമ്പിൽ വെച്ച് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ മനസ്സിൽ ഒരടങ്ങാത്ത യിരെമ്യാവിന് അനുഭവിക്കുന്ന പോലെ ഒരു ഭാരം വന്നിട്ടുണ്ടോ? വേല ചെയ്തേ പറ്റത്തുള്ളൂ, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഇത് ശരിയാകുന്നില്ല, ഈ ജോലിയും വേലയും കൂടെ ശരിയാകുന്നില്ല, ഞാൻ അങ്ങനെയാണ്. ആ പ്രഷർ അങ്ങനെ കൂടി വരുമ്പോഴത്തേന് ആ പ്രഷറിന്റെ അവസാനം പറയും, വേണ്ട, ഇനിയും അംബാനിയെ സേവിക്കണ്ട, കർത്താവിനെ മാത്രം സേവിച്ചാൽ മതി. കർത്താവിന്റെ പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ, മോശ കണ്ടതുപോലെ വിശ്വാസത്താൽ ആ മഹത്വം കണ്ടിട്ട് നിങ്ങൾ ഏത് നിലയിലെ തീരുമാനം എടുത്തോണ്ടേ പോകാവൂ. എല്ലാവരെയും പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നില്ല, എങ്കിലും കർത്താവ് വിളിക്കുന്നുണ്ട്. തദ്ദേശീയ സഭകളെ കർത്താവ് വിളിക്കുന്നു. കഴിഞ്ഞ ദിവസം വർക്കേഴ്സ് ക്യാമ്പ് നടന്നു. എന്തോരം വർക്കേഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ എന്തോരം വർക്കേഴ്സ് കണ്ടു. പക്ഷെ മതിയോ? മിഷന് വേണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് കേരളത്തിലെ സഭകൾക്കാണ്. കാരണം ഇത്രയും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ വാസ്തവത്തില്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? കർത്താവേ, അവരുടെ ജനറൽ കോൾ ആണെങ്കിലും നിങ്ങൾ സമർപ്പിക്കണം, സ്പെസിഫിക് കോൾ ആണെങ്കിലും സമർപ്പിക്കണം. ജനറലി പറയണം, കർത്താവേ, ട്രാക്ട് കൊടുക്കാൻ ഞാൻ എന്നെ തന്നെ തീരുമാനിച്ചു വേണം പോകാൻ. എന്ത് വന്നാലും ഒരാഴ്ചയിൽ ഒരു ട്രാക്ട് എങ്കിലും ഇനി കൊടുക്കും. ബാഗിൽ ട്രാക്ട് കൊണ്ട് നടക്കും, ബൈബിൾ കൊണ്ട് നടക്കും. അയൽക്കാരോട് എന്തു വന്നാലും എങ്ങനെയും പറയും. ബന്ധുക്കളോട് പറയാൻ ഇഷ്ടപ്പെടും. സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ. വേല റീസ്റ്റാർട്ട് ചെയ്യണം, വേല പുനരാരംഭിക്കണം. കർത്താവ് പ്രത്യേകമായി വിളിക്കുന്നവർക്ക് വ്യക്തികളുണ്ടെങ്കിൽ, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ പൂർണ്ണസമവേലയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പിന് സമർപ്പിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോമിൽ നിങ്ങൾ അങ്ങനെ തീരുമാനം എഴുതാം. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വിശ്വാസത്താൽ തീരുമാനം എടുക്കാൻ പറ്റൂ. വേലയുടെ മഹത്വം കണ്ടുകൊണ്ട്, വിശ്വാസത്താൽ കർത്താവ് പറഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട്, ശുശ്രൂഷയുടെ സ്വഭാവം നോക്കിക്കൊണ്ട്, പ്രതിഫലം നോക്കിക്കൊണ്ട്, നിത്യതയിലെ സന്തോഷമോർത്ത് ആത്മാക്കളെ നേടുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? പ്രശംസാ കിരീടമാണ്. പ്രശംസാ കിരീടം ഓർത്ത് അനേകം മക്കളുണ്ടല്ലോ, പറഞ്ഞ പോലെ ഒത്തിരി മക്കളുമായിട്ട് നിൽക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഈ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. വിവാഹിതരായിട്ടുള്ളവർക്ക് അവർക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. സഭകൾ പറയണം, കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ച വലിയ ജോലി ഞങ്ങൾ നിർത്തിവെച്ചു പോയി. വേല ചെയ്തിട്ട് മാസങ്ങളായി കർത്താവേ, സഭയായിട്ടൊരു പ്രവർത്തനം ഇല്ല കർത്താവേ, ഞങ്ങൾക്കൊരു മാറ്റം തരണേ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ കൃപ തരട്ടെ. അതെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് ചോദിക്കുകയാണ്. ആത്യന്തികമായി അവനെ പോലെ ആയിത്തീരണമെന്നുള്ള ആ വലിയ ലക്ഷ്യത്തിന്റെ കീഴെ യേശുവിനെ പോലെ ആയിത്തീരുന്നവര് വേല ചെയ്യും. യേശുവിനെ പോലെ ആയിത്തീരാൻ ലക്ഷ്യമുള്ള ആളുകളുടെ പർപ്പസ് എന്താണ്? യേശു ആത്മാക്കളെ രക്ഷിക്കാൻ വന്നില്ലേ? നമുക്ക് ആത്മാക്കളെ രക്ഷിക്കുന്ന ജോലി ചെയ്യണം. നമുക്ക് അവർക്ക് വേണ്ടി മരിക്കാൻ പറ്റില്ല. കർത്താവ് മരിച്ചു. ഇനി മരിച്ച കർത്താവിനെ കുറിച്ച് പറയുന്ന ജോലി ഏറ്റെടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ വിളി സ്വീകരിച്ച് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. താങ്ക് യു.